സോ ഹേ ഗൈസ് മെയിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് കാണാൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. പക്ഷേ എൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബാറ്ററിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാറ്ററി ലൈഫ് എനിക്ക് വൈഫൈയിൽ യൂസ് ചെയ്യുമ്പോൾ 7 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. വിത്ത് 4G ഡാറ്റ എനിക്ക് 5 hours 45 minutes to 6 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. 5G യൂസ് ചെയ്യാന്ന് വെച്ചാൽ വെറും 5 to 5.5 hours സ്ക്രീൻ ഓൺ ടൈമാണ് കിട്ടുന്നത്. അപ്പോൾ ബാറ്ററി ലൈഫിൽ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് മെയിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ. ബിക്കോസ് One UI 7 അപ്ഡേറ്റ് വന്നതിന് ശേഷം ബാറ്ററി ബാക്കപ്പ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മെയിൽ അവർ ഇത് സോൾവ് ചെയ്തിട്ടുണ്ട്. ക്യാമറേനെ പറ്റി പറയാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ടെലിഫോട്ടോ ലെൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ മെയിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ. അപ്പോൾ 22% പേര് പറഞ്ഞിരിക്കുന്നത് ടെലിഫോട്ടോ ലെൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന്. പിന്നെ 48% പറഞ്ഞിരിക്കുന്നത് ഡൗൺഗ്രേഡ് ആയിട്ടുണ്ടെന്ന്. 30% പേര് പറഞ്ഞിരിക്കുന്നത് ടെലിഫോട്ടോ ലെൻസിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ലയെന്ന്. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട് പോർട്രേറ്റ് ഷോട്ട്സ് വല്ലതും ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ എടുക്കുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഗ്രെയിൻസ് കാണാൻ കിട്ടുന്നുണ്ട്. എന്തായാലും ടെലിഫോട്ടോ ലെൻസിൻ്റെ ക്വാളിറ്റി ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ, ലൈക്ക് ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ. പക്ഷേ ഔട്ട്ഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ ഇപ്പോഴും നല്ല ഇമ്പ്രസീവായ ഫോട്ടോസാണ് എടുക്കുന്നത്. പണ്ട് ഈ മെയിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വരേണ്ട മുമ്പേ ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ എടുക്കുമ്പോൾ ഫോട്ടോസ് എത്ര ഗ്രെയിനി ആയിരുന്നില്ല, കുറച്ചും കൂടി നല്ല ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ഗ്രെയിൻസും കാണാൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഔട്ട്ഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ നല്ല ഇമ്പ്രസീവായ 3x പോർട്രേറ്റ് ഷോട്ട്സ് ഒക്കെയാണ് എടുക്കുന്നത് S23. പക്ഷേ ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ നന്നായിട്ട് ഗ്രെയിൻസ് കാണാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അൾട്രാ വൈഡ് ക്യാമറേനെ പറ്റി പറയാന്ന് വെച്ചാൽ എനിക്ക് ഒരു ചേഞ്ചസും കാണാൻ കിട്ടില്ല. അതേമാതിരത്തെ ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ പണ്ട് One UI 6.1 ഉള്ളപ്പോൾ ഇവിടെ 50 MP ഫോട്ടോസ് എടുക്കുമ്പോൾ നന്നായിട്ട് സാച്ചുറേറ്റഡ് ഇമേജസ് ആണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ 50 MP ഫോട്ടോസ് എടുക്കുമ്പോൾ ഇപ്പം സാച്ചുറേറ്റഡ് ഇമേജസ് തന്നെയാണ് വരുന്നത്. പക്ഷേ 6.1 നന്നായിട്ട് സാച്ചുറേറ്റഡ് ഇമേജസ് ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ കുറച്ച് അവർ സാച്ചുറേഷൻ കുറച്ചിട്ടുണ്ട് ഇൻ 50 MP. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ 12 MP ഒരു ഫോട്ടോ എടുത്ത് നോക്കുക, 50 MP ഒരു ഫോട്ടോ എടുത്ത് നോക്കുക, നന്നായിട്ട് ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറേനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടെ മെയിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നതിന് ശേഷം ഇമേജസ് നന്നായിട്ട് ഓവർ ഷാർപ്പൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സെൽഫി ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഫ്രണ്ട് ക്യാമറയിൽ ഫോട്ടോസ് ഒന്ന് എടുത്ത് നോക്കേണ്ടൊന്ന് സൂം ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നന്നായിട്ട് ഓവർ ഷാർപ്പൻ ഇമേജസാണ് ഇപ്പോൾ S23 ഫ്രണ്ട് ക്യാമറ എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ ഉണ്ടെങ്കിൽ S23 ഈ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. ഇതുകൊണ്ട് 99% നിങ്ങളുടെ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ സോൾവ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡെവലപ്പർ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഡെവലപ്പർ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. എബൌട്ട് ഫോണിൽ പോവുക, സെറ്റിങ്സ് എടുത്തിട്ട് എബൌട്ട് ഫോണിൽ പോവുക, സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ പോവുക. സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ പോയിട്ട് ബിൽഡ് നമ്പറിൽ കുറച്ച് നേരം ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമുക്ക് പാസ്വേഡ് കൊടുക്കേണ്ടി വരും. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ ആക്ടിവേറ്റ് ആവും. പിന്നെ ബാക്കിലേക്ക് വരിക. ബാക്കിലേക്ക് വന്നിട്ട് ഡെവലപ്പർ ഓപ്ഷനിലേക്ക് പോവുക. ഡെവലപ്പർ ഓപ്ഷനിലേക്ക് പോയിട്ട് അവിടെ സെർച്ചിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടാവുമല്ലോ, അവിടെ നമുക്ക് സസ്പെൻഡഡ് എക്സിക്യൂഷൻ ഫോർ ക്യാച്ച് ആപ്സ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സസ്പെൻഡഡ് എക്സിക്യൂഷൻ ഫോർ ക്യാച്ച് ആപ്സ് ഇതൊന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്ത് തന്നെ അത് ഡിസേബിൾ ആയിരിക്കും. അതൊന്ന് എനേബിൾ ആക്കി വയ്ക്കുക. എനേബിൾ ആക്കണോണ്ട് എന്താ ഗുണം ഞാൻ പറഞ്ഞുതരാം. എനേബിൾ ആക്കണോണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി നന്നായിട്ട് സേവ് ആവും. അതേമാതിരി റാമിൻ്റെ യൂസേജും കുറയും. അതേമാതിരി ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആപ്ലിക്കേഷൻ അൺവാണ്ടഡ് ആയിട്ട് ഓപ്പണായി കിടക്കുന്നുണ്ടാവുമല്ലോ, അതൊക്കെ ക്ലോസ് ചെയ്യും. പക്ഷേ അതുകൊണ്ട് ചെറിയൊരു ദോഷമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ലൈക്ക് സ്മാർട്ട് വാച്ചൊക്കെ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ റിയൽ ടൈമിൽ അത് സിങ്ക് ആവില്ല. ഓക്കെ, ഇതിൻ്റെ ഡൗൺ സൈഡ്. അപ്പോൾ നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ തോന്നുകയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ S21 FE ആയിക്കോട്ടെ, അല്ലെങ്കിൽ S23 ആയിക്കോട്ടെ, S24 ആയിക്കോട്ടെ, S22 ആയിക്കോട്ടെ, ഈ ഓപ്ഷനൊന്ന് ഓൺ ആക്കി വെക്കുക. പക്ഷേ അതിൻ്റെ ഡൗൺ സൈഡ് ഞാൻ പറഞ്ഞൊന്നുമല്ലോ. ഇപ്പോൾ വാച്ചൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ വാച്ചിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യില്ലല്ലോ. ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ ആപ്ലിക്കേഷൻ ഡീപ്പ് സ്ലീപ്പിലേക്ക് ആക്കും ഈ ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ റിയൽ ടൈമിൽ സിങ്ക് ആവില്ല. ആ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഒന്ന് ഓണാക്കി വെക്കുക. ഓണാക്കി വെച്ചിട്ട് ഒരു 3-4 ദിവസം യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി കൺസപ്ഷൻ എങ്ങനെയുണ്ടെന്ന് താഴത്ത് കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതുക.
ഇപ്പോൾ പെർഫോമൻസിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടെ എനിക്കൊരു മാറ്റവും കാണാൻ കിട്ടിയിട്ടില്ല. സെയിം പെർഫോമൻസ് തന്നെയാണ് എനിക്കിപ്പോഴും കിട്ടുന്നത്. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യണത്. ഇവിടെ ചെറുതായിട്ട് ഒരു ഡൗൺ ഗ്രേഡ് കാണാൻ കിട്ടിയത് അതാണ് ക്യാമറയുടെ ടെലിഫോട്ടോ ലെൻസിൽ. വേറെ വലിയ മാറ്റങ്ങളൊന്നും കാണാൻ കിട്ടിയിട്ടില്ല. പിന്നെ ബാറ്ററി ലൈഫ് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ബാറ്ററി ലൈഫ് നന്നായിട്ട് ഡൗൺ ഗ്രേഡ് മീൻസ് നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ തോന്നുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞിരുന്നില്ലേ ഒരു ട്രിക്ക്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് മാറ്റങ്ങൾ കാണാൻ കിട്ടിയിരിക്കുന്നത് സാംസങ് ഗാലക്സി S23 മെയിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ടോ അപ്ഗ്രേഡ് ആയിട്ടുണ്ടോ നിങ്ങൾക്ക് തോന്നുകയാണെന്ന് വെച്ചാൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതുക. ബാക്കി S23 യൂസേഴ്സിന് അത് യൂസ്ഫുൾ ആയിരിക്കും. നോടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.